നമ്മുടെ മുണ്ടൻകാവ് വിപണിയുടെ 100ാമത്തെ ആഴ്ചയോട് അനുബന്ധിച്ച് ഈ പ്രദേശത്തുകാരനായിട്ടുള്ള രാജൻ നമ്പ്യാർ സാറും ഇവിടെ എത്തിയിട്ടുണ്ട്. ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യം കഴിഞ്ഞ ദിവസമാണ് അറിയുന്നത്, മണപ്പുറത്തെ അനിയച്ചാൻ്റെ ക്ലാസ്മേറ്റ് കൂടിയാണ് അല്ലേ? കഴിഞ്ഞ ദിവസം അനിയച്ചാരോട് വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത്. അപ്പോൾ എല്ലാ ദിവസങ്ങളിലും എല്ലാ വിപണി നടക്കുമ്പോഴും ഇവിടെ വന്നിട്ട് സ്നേഹത്തോടു കൂടിയുള്ള ആശംസകൾ സാർ അറിയിക്കാറുണ്ട്. അതേപോലെ തന്നെ പമ്പയ്ക്കും എല്ലാ ദിവസവും ഇതിലെ പമ്പ എന്നെ കാണുമ്പോഴെല്ലാം ആശംസകൾ പറയാറുണ്ട്. സാറേ, വിപണി സംബന്ധമായിട്ടുള്ള ഒരു വിലയിരുത്തൽ, ഈ നാട്ടിലുണ്ടായ മാറ്റങ്ങൾ. തീർച്ചയായിട്ടും അത് ഈ വിപണി തുടങ്ങിയിട്ട് ഇന്നേക്ക് 100ാം ദിവസം ആഘോഷിക്കുന്ന ഈ വേളയിൽ എൻ്റെ എല്ലാവിധ ആശംസകളും മംഗളങ്ങളും സന്തോഷവും പ്രത്യേകം നേരുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ചെങ്ങന്നൂരിലെ പ്രമുഖനായിട്ടുള്ള വ്യവസായിയും അതേപോലെ തന്നെ ഇവിടുത്തെ ഒട്ടുമിക്ക സോഷ്യൽ ആക്ടിവിറ്റീസിലും സജീവ പങ്കാളിയുമായിട്ടുള്ള ഷാജി സാറ്, പട്ടനാനം ഹാർഡ്വെയർസിൻ്റെ ഷാജി സാറ് വിപണിയിലെത്തിയിട്ടുണ്ട്. തുടക്കം മുതൽ നമ്മുടെ ആലാ വിപണിയും അതേപോലെ തന്നെ മുണ്ടൻകാവ് വിപണിയും ഇദ്ദേഹം വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതിന് നന്ദി അറിയിക്കുന്നു. അതേപോലെ വിപണി സംബന്ധമായിട്ടുള്ള ഏതാനും വാക്കുകൾ. എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു അവസരം 100ാമത്തെ വിപണിയിലൂടെ വന്ന് സാധനങ്ങളൊക്കെ മേടിക്കാൻ. സത്യം പറഞ്ഞാൽ ഈ വിപണി ആലയിൽ തുടങ്ങിയ സമയത്ത് ഞാൻ അവിടെ പോയി കോഴിമുട്ടയും അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ മേടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത് മുണ്ടൻകാവിൽ ജെയിംസ് സാറിൻ്റെ കട തുടങ്ങിയപ്പോൾ പറഞ്ഞു നമുക്ക് ഇവിടെയും കൂടെ തുടങ്ങരുതോ എന്നുള്ള ഒരാഗ്രഹം പ്രകടിപ്പിക്കുകയായി. തീർച്ചയായും അതിനോടനുബന്ധിച്ച് ഇവിടെ തുടങ്ങിയപ്പോൾ അതിനോടുള്ള സഹകരണം ഞാൻ എൻ്റെ ഫേസ്ബുക്കിലും എൻ്റെ വാട്സപ്പിലും ഒക്കെ ഞാൻ ഇതിനെക്കുറിച്ച് പ്രചരണം കൊടുക്കുക. അങ്ങനെ നമ്മൾ മുണ്ടൻകാവിലുള്ള ആൾക്കാർക്കൊക്കെ വന്നു തുടങ്ങി. ഇന്ന് തന്നെ ഇപ്പോൾ എൻ്റെ അറിയാവുന്ന സുഹൃത്തുക്കൾ എത്ര പേരുണ്ട്. അപ്പോൾ തീർച്ചയായും അതിന് നമ്മൾ ഇങ്ങനെയുള്ള കാര്യത്തിന് സപ്പോർട്ട് ചെയ്യണം. കാരണം വീടുകളിൽ നിന്ന് പച്ചക്കറികൾ കൊണ്ടുവന്ന് നമുക്ക് വിൽക്കാനൊരു അവസരം ആരും നമുക്ക് തരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വിപണികളിൽ നമുക്ക് തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്ക് എത്ര കുടുംബം നമ്മൾ ഇതുകൊണ്ട് രക്ഷപ്പെടുന്നു എന്നുള്ളത് ചിന്തിക്കുകയും കൂടെ വേണം. സാധാരണ നമ്മളുടെ ഒരു പഴക്കൊല വന്ന് നമ്മൾ വെളിയിൽ കൊണ്ട് കൊടുത്താൽ 5 പൈസ കിട്ടത്തില്ല. അത് നമ്മളവിടെ വെച്ചു നമ്മൾ കഴിച്ചു കഴിഞ്ഞ് ബാക്കി കളയുക. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഈ വിപണിയിലെ വിജയം അത് ഇത്രയും കുടുംബങ്ങളുടെ നമുക്കും വിഷരഹിത പച്ചക്കറി കഴിക്കുവാനുള്ള ഒരു അവസരം കിട്ടുക. ഇപ്പം കണ്ടില്ല, എല്ലാവർക്കും ഈ പറഞ്ഞ അസുഖങ്ങൾ എല്ലാം നമ്മൾ ഏത് രീതിയിലും നല്ല രീതിയിൽ ജീവിച്ചിട്ട് പോകുന്നെന്ന് പറഞ്ഞാലും ഭക്ഷണത്തിൽ കൂടെ നമുക്ക് അസുഖങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. തീർച്ചയായും ഇങ്ങനെയുള്ള വിപണികൾ എല്ലാവരും ഇത് 100ാമത്തെ വിപണി എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാനത് 100 ആയോ എന്ന് ഞെട്ടിപ്പോയി. തീർച്ചയായും ഇത് 100ാമത്തെയാണ്. ഇതുപോലെ തന്നെ മറ്റുള്ള വിപണികളും എല്ലായിടത്തും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം ഈ വിപണിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇവിടെ 100 ആയപ്പോൾ ആലായിൽ 5ാം വർഷമാണ്. ഓക്കെ, താങ്ക് യു. പോലെ ഞാൻ പായസം കൂടെ നിർത്തിയേക്കാണ്. നമ്മുടെ കൗൺസിലറെ ഇവിടെ പായസം കൊടുത്ത് ഇവിടെ നിർത്തിയിരിക്കുകയാണ്. കാരണം ഭയങ്കര തിരക്കാണ്. ഈ തിരക്കിനിടെ സ്ഥലം വിട്ടാലോ. നമ്മുടെ മുണ്ടൻകാവ് വിപണി നിൽക്കുന്ന വാർഡ് 2ലെ കൗൺസിലറാണ് സുധാമണി മാഡം. കഴിഞ്ഞ പ്രാവശ്യവും നമ്മുടെ വിപണിക്ക് കഴിഞ്ഞ ടീമിലും നമ്മുടെ വിപണിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും നൽകിയിട്ടുണ്ട്. അതിൽ തീർച്ചയായിട്ടും ആദ്യം തന്നെ ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. ഏതാനും വാക്കുകൾ. മുണ്ടൻകാവ് നാട്ടുവിപണി 100ന്റെ നിറവിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിലും വളരെ സന്തോഷമുണ്ട്. ആൾക്കാർ ഇന്ന് വളരെയധികം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ നാട്ടുവിപണി കൊണ്ട് വലിയ ചന്തയിലെ ഒരു സൗഹൃദങ്ങൾ പുതുക്കുന്നതിനും നല്ല സാധനങ്ങൾ വാങ്ങി ആരോഗ്യം സംരക്ഷിക്കുന്നതിനുമുള്ള ഒരു പ്രചോദനം കൊടുക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതിന് ഭാവിയിൽ നല്ല തരത്തിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകുന്നതിനുള്ള ഈശ്വരനെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. നമ്മുടെ മുണ്ടൻകാവ് വിപണിയുടെ 100ാമത്തെ ആഴ്ചയോടനുബന്ധിച്ച് മുണ്ടൻകാവ് NSSന്റെ വനിതാ സമാജത്തിന്റെ പ്രസിഡന്റായിരുന്ന തങ്കം ചേച്ചി എത്തിയിട്ടുണ്ട്. ചേച്ചി തുടക്കം മുതൽ തന്നെ ഇവിടെ നമ്മുടെ വിപണിയെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. വീണ്ടും അത്രയും സ്നേഹവും പ്രോത്സാഹനവുമായിട്ട് ഞങ്ങളുടെ വിപണിയിൽ എത്തുന്നതിനുള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. ഏതാനും വാക്കുകൾ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് തങ്കം. ഞാൻ നേരത്തെ ഇവിടെ മുണ്ടൻകാവ് NSS വനിതാ സമാജത്തിന്റെ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. ഇപ്പോൾ പോസ്റ്റ് ഓഫീസിലെ മഹിളാ പ്രധാന ഏജന്റായിട്ട് വർക്ക് ചെയ്യുന്നു. 10-35 വർഷമായിട്ട് അങ്ങനെ നടന്നു പോകുന്നു. അങ്ങനെ ആലാ വിപണിയിലാണ് ആദ്യമായിട്ട് ഞാൻ തുടക്കം കണ്ടത്.
എൻ്റെ ഒരു കൂട്ടുകാരിയായ ജെസ്സി സാമിൻ്റെ കൂടെയാണ് ഞാൻ ആല വിപണിയിൽ ആദ്യമായിട്ട് എത്തുന്നതും ഈ വിപണി കാണുന്നതും. അങ്ങനെ നമ്മുടെ ജെയിംസ് സാറിനോട് ഞങ്ങൾ മുണ്ടങ്കാവിൽ കൂടെ സാറേ ഇതേപോലെ ഒരു വിപണി വേണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതനുസരിച്ച് വലിയ താമസമില്ലാതെ തന്നെ മുണ്ടങ്കാവിലും സാറിൻ്റെ കൊണ്ട് നാട്ടുകാരുടെ സഹകരണം കൊണ്ടും ഒരു വിപണി തുടങ്ങി ഇന്ന് 100ാം ദിവസം ആഘോഷിക്കുകയാണ്. അതിൻ്റെ സന്തോഷത്തിലാണ്. വിഷരഹിതമായ പച്ചക്കറികൾ, വീട്ടിൽ വെളിച്ചെണ്ണയിലുണ്ടാക്കുന്ന പലഹാരങ്ങൾ എല്ലാം നമുക്ക് വീട്ടിൽ മേടിച്ചുകൊണ്ട് പോയി കൈകാര്യം ചെയ്യുന്നതിന് നല്ലൊരു ഒരു ഒരു വിപണിയാണ് ഇത്. ഇതിന് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും നാളെ കാലത്തും ഇനി ഞങ്ങളിൽ എല്ലാ നാട്ടുകാരുടെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ഇവിടുത്തെ വിപണി ഞാൻ മാത്രമല്ല നടത്തുന്നത്, നമ്മുടെ സനൽബായും കൂടെ ചേർന്നാണ് ഇവിടെ നടത്തുന്നത്. എന്നാൽ ഞങ്ങൾ രണ്ടും മാത്രമല്ല നടത്തുന്നത്, ഈ നാട്ടുകാർ മുഴുവൻ കൂടെയുണ്ട്, നാട്ടുകാരുടെ സഹകരണം കൂടെയുണ്ട്. നന്ദി. നാട്ടുകാരുടെ സഹകരണം ഉണ്ടെങ്കിലേ വിജയിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. ആയിക്കോട്ടെ. ആ നല്ല എല്ലാവരുടെയും നല്ല മനസ്സിനും നന്ദി. താങ്ക് യു. നമ്മുടെ മുണ്ടൻകാമ്പ് വിപണിയുടെ 100ാമത്തെ ആഴ്ചയോടനുബന്ധിച്ച് ആശംസകളുമായിട്ട് ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയുടെ 1ാം വാർഡ് മെമ്പറായിട്ടുള്ള ലേഖ ജയനും എത്തിയിട്ടുണ്ട്. വളരെ സന്തോഷം. ഇങ്ങനെ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ലോക്കൽ സപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ മാത്രമേ ഒരു നാട്ടിലെ ഒരു സംരംഭം വളരുകയുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും മുണ്ടങ്കാവിൽ ലഭിക്കുന്നുണ്ട്. ഈ വിപണി നിൽക്കുന്നതിന്റെ സമീപ പ്രദേശത്തുള്ള മെമ്പറാണ്. ഏതാനും വാക്ക് അതിന് ഓപ്പോസിറ്റ് തൊട്ട് അങ്ങോട്ട്. ഓക്കെ, ഏതാനും വാക്കുകൾ ആശംസകളുമായിട്ട്. ഈ 100ാം വിപണിക്ക് എല്ലാവിധ ആശംസകളും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, വന്ന് സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട്. ഇവിടുന്ന് കിട്ടുന്ന പച്ചക്കറിയൊക്കെ വളരെ നല്ല, ശരിക്കും പറഞ്ഞാൽ അത് പാചകം ചെയ്ത് കഴിക്കാൻ തന്നെ നല്ല സ്വാദാണ്. ഇവിടുത്തെ എല്ലാ ഉൽപ്പന്നങ്ങളും, അതായത് മുളക് പൊടിയാണെങ്കിലും മറ്റ് വറുക്കുന്ന സാധനങ്ങളാണെങ്കിലും എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. എല്ലാവരും വന്ന് വാങ്ങി സഹകരിക്കണം. ഇനിയും ഈ വിപണി മുന്നോട്ട് ഇതിനേക്കാൾ വിപുലമായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, നന്ദി. 100ാം വിപണി ആഘോഷിക്കുന്ന നമ്മുടെ മുണ്ടങ്കാവില് ഇന്ന് ചെങ്ങന്നൂരിലെ പ്രമുഖ അഭിഭാഷകയായിട്ടുള്ള ശ്രീകല വക്കീൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ദിലീപ് ചെറുനാടിന്റെ ശ്രീമതിയാണ് ശ്രീകല വക്കീല്. ശ്രീകല വക്കീൽ ഇവിടെ വന്ന് ഞങ്ങളുടെ വിപണിയുടെ ഇന്നത്തെ 100ന്റെ ആഘോഷത്തോടനുബന്ധിച്ചുള്ള പായസമൊക്കെ കുടിച്ചു. ആർക്ക് ഇത്ര ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് അതാണ് കുടിച്ചതെന്ന് തോന്നും, അല്ലേ? അപ്പോൾ വന്നതിൽ വളരെ സന്തോഷം. ആ മധുരം പങ്കുവച്ചതിലൊക്കെ വളരെ സന്തോഷം. അപ്പോൾ ഞങ്ങളുടെ വിപണി സംബന്ധമായിട്ടുള്ള ഏതാനും വാക്കുകൾ. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ വളരെ പ്രമുഖനായ അഭിഭാഷകനാണ് ജെയിംസ് സാറ്. അദ്ദേഹം തുടങ്ങി വെച്ച ഈ ഒരു ആശയം, ഇത് ഇത്രയും വളരെ എന്താ പറയണ്ടേ, വളർന്ന് പലയിടങ്ങളിലേക്കും ഈ ഒരു വിപണി എന്ന ആശയം വളർന്ന് പന്തലിച്ചിട്ടുണ്ട്. ഒരുപാട് കർഷകർക്ക് അവരുടെ നാച്ചുറലായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ വിറ്റഴിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ ജെയിംസ് സാറാണെന്നുള്ളതിൽ വളരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഇനിയും ഇതിന്ന് 100ാം വിപണിയാണ്. ഇവിടെ നല്ല സൂപ്പർ പായസമൊക്കെ കിട്ടി. ഷുഗർ ഉണ്ടെങ്കിലും അത് കുടിച്ചു. അത്ര നല്ല പായസമായിരുന്നു. വളരെ സന്തോഷമുണ്ട്. എന്താ പറയണ്ടേ, ഇനിയും ഇതിങ്ങനെ പടർന്ന് പന്തലിക്കട്ടെ. പല പല മേഖലകളിൽ ഇനി ചെറിയനായിട്ടൊക്കെ സാറ് വരണം. അവിടെയും നമ്മുടെ വിപണിയെല്ലാം തുടങ്ങണം. അവിടെയും ഇത് പലരും ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് അവിടെയും തുടങ്ങണം. നമുക്കൊരു കാര്യം ചെയ്താലോ, ചെങ്ങന്നൂർ അഭിഭാഷകല്ലേ, ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറൊക്കെ, നമുക്ക് ചെങ്ങന്നൂർ കോടതിയുടെ പരിസരം കേന്ദ്രീകരിച്ച് വിപണിയൊക്കെ തുടങ്ങിയാലോ? നമുക്കത് ചെയ്താലോ? നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. തീർച്ചയായും. ഓക്കെ, അപ്പം നമുക്ക് അതിനെപ്പറ്റി സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നമുക്ക് ഓൾറെഡി ഒരു കോടതി കൂട്ടായ്മയുണ്ട്. ഈ കോടതി നമ്മുടെ സിവിൽ സ്റ്റേഷൻ റോഡെന്നും പറഞ്ഞൊരു കൂട്ടായ്മ, ഓൾറെഡി ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്ത് നമുക്ക് അധികം വൈകാതെ ഒരു ചന്ത നമുക്ക് അവിടെ ആരംഭിക്കുകയും ചെയ്യാം. നമ്മുടെ കർഷകർ, നമ്മുടെ അഡ്വക്കേറ്റ്സിന് കൃഷി ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ആരോഗ്യം ലഭിക്കും. ഈ ടെൻഷനൊക്കെ കുറച്ചുകൂടെ ടെൻഷൻ ഫ്രീ ആകും. അപ്പം നമുക്കും നമ്മുടെ കൂട്ടായ്മ കുറെ കൂടെ ശക്തമാകും, കുറച്ചുകൂടെ സന്തോഷകരമാകും, അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ, താങ്ക് യു. നമ്മുടെ മുണ്ടങ്കാവ് വിപണി ഇന്ന് 100ാമത്തെ ആഴ്ചയിലെത്തി നിൽക്കുകയാണ്. 100ാമത്തെ വിപണിയാണ് ഇപ്പം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളോടൊപ്പം ഇന്ന് NSSന്റെ താലൂക്ക് യൂണിയൻ മെമ്പറായിട്ടുള്ള ഉളനാട് ഹരികുമാർ സാറുമുണ്ട്. സാറ് കുളനട പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു. അതുപോലെ ഉളനാട് ക്ഷേത്രം സാറ് പ്രസിഡന്റായിരുന്ന സമയത്താണ് ഏറ്റവും നല്ല രീതിയിൽ ഇത്രയും പ്രഗത്ഭമായിട്ട് മാറുന്നത്. ഇവിടെ നമ്മുടെ ഈ വിപണി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എല്ലാവിധ സഹകരണങ്ങളും NSSന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിന് നന്ദി ആദ്യം തന്നെ അറിയിക്കുകയാണ്. സാറും എപ്പോഴും ഇവിടെ നമ്മുടെ വിപണിയെ പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടത്തിലായിരുന്നു. ഇവിടെ എല്ലാവരും
നമ്മുടെ വിപണിയെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പോൾ സാറേ നന്ദി. സാറിൻ്റെ ഏതാനും വാക്കുകൾ. വളരെ സന്തോഷമുണ്ട്. കാരണം ഈ മുണ്ടങ്കാവ് വിപണി 100ാമത് വിപണിയായി എത്തി എന്ന് പറയുമ്പം ഏറ്റവും വലിയ സന്തോഷമുണ്ട്. കാരണം ഇതിന്റെ തുടക്കം മുതൽ തന്നെ ഈ വിപണിയെപ്പറ്റി എനിക്കറിയാവുന്ന ഒരാളാണ്. ഞാനിവിടെ യൂണിയൻ NSSന്റെ യൂണിയൻ ഓഫീസിൽ വരുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ വിപണി കണ്ട് പരിചയപ്പെട്ടതും. ഇവിടുന്ന് വല്ലപ്പോഴുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ കൃഷിക്കാരുടെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങാറുമുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു വലിയ സംരംഭമാണ്. കാരണം ആളുകളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് ഇന്ന് നമ്മുടെ ഈ നാട്ടുപ്രദേശങ്ങളിലൊക്കെ ഈ എല്ലാവരും മാറാരോഗത്തിൽ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം വിഷം കലർന്ന ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുമ്പോഴൊക്കെയാണ്. എന്തായാലും തീർത്തും ഈ ആഹാര പദാർത്ഥങ്ങൾക്ക് ഇതിന് നല്ല വിഷം ഇല്ലാത്ത നാടൻ കൃഷി ചെയ്ത കർഷകർ കൃഷി ചെയ്ത് നമ്മുടെ നാട്ടുപ്രദേശങ്ങളിൽ കൃഷി ചെയ്ത കാർഷിക ഉൽപ്പന്നങ്ങൾ എല്ലാവർക്കും നേരിട്ട് വിപണിയിലെത്തിച്ച് ആ കർഷകർക്ക് തന്നെ നേരിട്ട് വിപണിയിൽ വിൽപ്പന നടത്തി ആളുകൾക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഒരു വലിയ സംരംഭമാണ്. കാരണം അങ്ങനെയുള്ളൊരു വിപണിയോ അല്ലെങ്കിൽ ഒരു നാട്ടു ചന്തകളോ ഒന്നും അന്യം നിന്ന് പോയിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് അഡ്വക്കേറ്റ് ജെയിംസ് സാറിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംരംഭം ഇത് ഈ മുണ്ടങ്കാവിൽ മാത്രമല്ല ആലായിലും ഇടനാട്ടിലും പല സ്ഥലങ്ങളിലായി നിരവധി വിപണികൾ നടക്കുന്നുണ്ടെങ്കിലും ഈ MC റോഡിന്റെ സൈഡിൽ പ്രത്യേകിച്ച് ധാരാളം വാഹനങ്ങൾ, ആയിരക്കണക്കിന് വാഹനങ്ങൾ മിനിറ്റുകൾ കടന്നു പോകുന്ന ഈ MC റോഡിന്റെ ഓരത്ത് ഇതേപോലെ ഈ NSS ചെങ്ങന്നൂർ താലൂക്ക് യൂണിയൻ ഓഫീസിന്റെ മുമ്പാകെ ഈ ഒരു ചെറിയ വിപണി അത് വലിയ ഒരു അനുഗ്രഹമാണ്. നാട്ടിൽ ഇതുവഴി കടന്നു വരുന്ന യാത്രക്കാർക്കും അതുപോലെ തന്നെ ഈ നാട്ടുകാർക്കും ഈ കാർഷിക വിപണിയിൽ സാധനങ്ങൾ എത്തിക്കുന്ന കർഷകർക്കുമൊക്കെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും 100 വിപണി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കാര്യമല്ല, ഒരു വലിയ കാര്യം തന്നെയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ജെയിംസ് സാറിനും അതുപോലെ തന്നെ ഇതിനുവേണ്ടി ആദ്യം മുതൽ അവസാനം വരെ നിൽക്കുന്ന ഈ കർഷകർക്കും ഒക്കെ പ്രത്യേകമായ അഭിനന്ദനവും നന്ദിയും അറിയിക്കുന്നു. തുടർന്നും ഈ വിപണി വലിയ കാര്യമാത്ര പ്രസക്തമായി മുമ്പോട്ട് പോകട്ടെ. ജനങ്ങൾക്കതൊരു വലിയ ഒരു അനുഗ്രഹമാകട്ടെ. നല്ല നാടൻ കാർഷിക വിഭവങ്ങൾ കൊണ്ടുപോയി നമുക്ക് പാകം ചെയ്ത് കഴിക്കുവാനും അതുവഴി നല്ല ആരോഗ്യം നമുക്ക് സംരക്ഷിക്കുവാനും ഉള്ള ഒരു വലിയ ഒരു മാറ്റം തന്നെയായി മാറട്ടെ ഇത് എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. ഇന്ന് ഈ 100ാം വിപണി എന്ന് പറയുമ്പോൾ ഒരു വലിയ ആഘോഷമൊന്നുമില്ലെങ്കിലും ഈ കർഷകർ തന്നെ മധുരം വെച്ച് വിളമ്പി ഇവിടെ പായസ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പായസവും കഴിക്കാനുള്ള അവസരം ലഭിച്ചു. ഈ കാർഷിക വിപണി മുമ്പോട്ട് കൊണ്ടുപോകാൻ എല്ലാവിധമായ ആശംസകളും എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാറേ. ഓക്കെ, വെൽക്കം. നമ്മുടെ മുണ്ടൻകാവ് വിപണിയുടെ 100ാമത്തെ ആഴ്ചയോടനുബന്ധിച്ച് ആശംസകളുമായി ആറന്മുളയിൽ നിന്നും സുലതാ മാഡവും എത്തിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് എത്രമാത്രം എന്താ പറയുന്നത് വാക്കുകൾക്ക് അതീതമായിട്ടുള്ള ഒരു നേതൃത്വമാണ് ആറന്മുള വിപണിക്ക് ഇദ്ദേഹം നൽകുന്നത്. അവിടെ ഷെഡ് സ്ഥാപിക്കുന്നത് സംബന്ധമായിട്ട്, കർഷകരെ കൂട്ടുന്നത് സംബന്ധമായിട്ട്, റോഡിൽ കൂടി പോകുമ്പോൾ ആൾക്കാരെ വിളിച്ചു നിർത്തി കർഷകരുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നത് സംബന്ധമായിട്ട് ഇതെല്ലാം ഞാൻ അവിടെ വല്ലപ്പോഴൊക്കെ ആറന്മുള വിപണിയിൽ പോകുന്ന സമയത്ത് അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ആശംസകളുമായിട്ട് അതേപോലെ ആലായിലും നമ്മുടെ മുണ്ടങ്കാവിലും അതേപോലെ തന്നെ സമൃദ്ധി ഫെസ്റ്റിലൊക്കെ എത്തിയിരുന്നു. ആദ്യം ഇത്രയും സജീവമായിട്ട് കർഷകരുടെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഏതാനും വാക്കുകൾ. 100ാമത് വിപണിയിലേക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ ആറന്മുള വിപണിയിലെ വിഷയം പിന്നെ നമ്മുടെ അവിടെ വരുന്ന എല്ലാ സുഹൃത്തുക്കളും ഇവിടെ ഉണ്ട്. ആറന്മുള വിപണിയും മുണ്ടങ്കാവ് വിപണിയും മുണ്ടങ്കാവ് വിപണിയും എല്ലാവരും കൂടി ഒത്തുചേർന്ന് പോകുന്ന ഒരു സൗഹൃദമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. ഇത് കുറേ 2 വർഷത്തോളമായി ഈ കൂട്ടായ്മ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കൂടുതൽ നാൾ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ മുണ്ടൻകാവ് വിപണിയുടെ 100ാമത്തെ ആഴ്ചയോടനുബന്ധിച്ച് നമ്മുടെ വിപണിയിലെ കർഷകരെയും സംരംഭകരെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കാടുവട്ടൂർ വീട്ടിൽ റോയ് സാറും എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരു പ്രവാസിയും കൂടിയാണ്. നമ്മുടെ വിപണിയിലെത്തി കട്ട്ലേറ്റും ചിപ്സും ഒക്കെ ഇന്ന് മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ തിരികെ വിദേശത്തേക്ക് പോകുന്ന സമയത്ത് കൊണ്ടുപോകാനും കൂടിയുള്ളതാണ്. ഒരു പ്രവാസി എന്നുള്ള നിലയിൽ നമ്മുടെ വിപണി ഒന്ന് വിലയിരുത്തുകയും ആ ബാല്യകാല സ്മരണകളൊക്കെ ഒന്ന് അയവർക്കൊക്കെ ചെയ്യുന്നത് രസകരമായിരിക്കും. കാരണം ഞാനൊരു പ്രവാസി ആയിരുന്നല്ലോ. നല്ല ഒരു സംരംഭമാണിത്. എല്ലാ ആഴ്ചയും നമ്മൾ നോക്കി വയ്ക്കും എന്താ സാധനങ്ങളൊക്കെ. പക്ഷേ ഇപ്പം മഴയായിട്ടായിരിക്കും കുറേ ഐറ്റംസൊക്കെ കുറവാണ്. എന്തായാലും വളരെ സന്തോഷം. 100ാമത്തെ നിങ്ങളുടെ ഈ ദിവസം 100ാമത്തെ ദിവസം 100ാമത്തെ ആഴ്ചയാണ് ഇപ്പം തോന്നുന്നു അല്ലേ? 100ാമത്തെ ആഴ്ച വളരെ നല്ല. ഞാൻ ഉപ്പേരിക്കപ്പ വാങ്ങിച്ചു, ചേമ്പുപ്പേരി വാങ്ങിച്ചു. ഞാൻ സാധാരണ വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കുന്നതാണ്. പക്ഷേ ഇന്ന് നാളെ തിരിച്ചു പോകുന്നതുകൊണ്ട് വെജിറ്റബിളൊന്നും വാങ്ങിച്ചില്ല. കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളെ വാങ്ങിച്ചുള്ളൂ. താങ്ക് യു. ഓക്കെ.